എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയത് ബഹുമാനനായ എൻ്റെ ചേട്ടൻ ബ്രദറാണ്, ഷിജോ എന്ന് പറയും. തുടർന്ന് എന്നെ ഈ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ECDC ലീഡറായ മനു മോഹൻ സാറും, അതുപോലെ തന്നെ RTC ലീഡേഴ്സായ സോബിനി മാഡവും രാജീവ് സാറും, NTC ലീഡറായ പ്രമോദ് സാറും, അതോടൊപ്പം മജീദ് സാറും, ITC ലീഡറായ പ്രമോദ് സാറുമാണ്. അപ്പം ഇവരെ എല്ലാം നമിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 2016 ഈ അവസരത്തെക്കുറിച്ച് കേട്ടതാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വഴി ഞാൻ ഈ ബിസിനസ്സിൽ പ്ലാനും പ്രോഡക്റ്റൊക്കെ ഉപയോഗിച്ചാണ്. അന്ന് എനിക്ക് ഇതിന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. കാരണം പഠിച്ചൊരു ജോലി നേടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാതെ തുടർന്ന് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അങ്ങനെ വർഷങ്ങൾ ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ദോഷം പറയരുതല്ലോ, 1-2 ലിസ്റ്റിലൊക്കെ വന്നായിരുന്നു, പക്ഷെ എനിക്ക് നിയമനം കിട്ടിയില്ല. തുടർന്ന് വീണ്ടും ഈ അവസരം എൻ്റെ വീട്ടില് കേൾക്കാനും പ്രോഡക്റ്റ് ഉപയോഗിക്കാനും സാഹചര്യം ഉണ്ടായി. എൻ്റെ ബ്രദർ കിഡ്നി സംബന്ധമായ ഒരു ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോഴാണ് ബഹുമാനായ നമ്മുടെ ECDC ലീഡർ മനു മോഹൻ സാർ ഈ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തിക്കുന്നത്. ചേട്ടന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു, 2 കിഡ്നിയും ഡാമേജ് ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡയാലിസിസിന് മുമ്പ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചാണ് ചേട്ടൻ എഴുന്നേറ്റ് നടന്നതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും പിന്നീട് കൂടുതലായിട്ട് ലീഡേഴ്സിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നതും ഈ ചേട്ടൻ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതും. അപ്പം തുടർന്ന് അത് കൊറോണ സമയത്ത് ഇത് വൈൻഡപ്പ് ചെയ്ത് നാട്ടിൽ വന്നപ്പം എനിക്കൊരു പ്രൊഫഷനും ആവശ്യമായിരുന്നു. അങ്ങനെ ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി ഞാൻ ഇതിലേക്ക് കടന്നു വന്നു. നിരവധി വ്യക്തികൾക്ക് ഞാൻ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛനാണ് ആദ്യം ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടിയത്. അച്ഛന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ കണ്ടമാനം കൂടുതലായിരുന്നു. അപ്പം ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് ഈ ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റി മാറ്റി വെച്ച് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്ലൈൻ ലീഡറായ സോവിനി മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഷജീഷ് നമുക്ക് സ്പൈറലിന ക്യാപ്സ്യൂള് അച്ഛനൊന്ന് കൊടുത്തു നോക്ക്, ഇത് ക്രിയാറ്റിൻ നമുക്ക് നോർമലി ചെയ്യാൻ സാധിക്കുന്നതാണ്, ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ 2 ക്യാപ്സ്യൂളേ കൊടുത്തുള്ളൂ. മാസങ്ങളായി ഈ ക്രിയാറ്റിൻ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കുറഞ്ഞു വരികയും അത് തുടർന്നുള്ള കഴിച്ചോടുകൂടി ഇത് നോർമൽ സ്റ്റേജിലേക്ക് വരെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആദ്യം റിസൾട്ട് കിട്ടിയത്, ഞാൻ കൊടുത്ത പ്രോഡക്റ്റുകൾ റിസൾട്ട് കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ, അതായത് വൂണ്ട് ഹീലിംഗ് ക്രീം, നമ്മുടെ ഹെയർ ഓയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കേട്ട ഒരു കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ഹെയർ ഓയിൽ ഞാൻ ഉപയോഗിച്ചത്. അതായത് നമ്മുടെ ചാമ്പ്യനും ഡാബർ അംലയുടെ അംല ഹെയർ ഓയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ബൃംഗരാജും മിക്സ് ചെയ്തൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ മാഡം, ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാമ്പ്യൻ തൈലവും അതോടൊപ്പം തന്നെ നമ്മുടെ അംല ഹെയർ ഓയിലും ബൃംഗരാജും, ഇത് 3 കൂടെ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിൽ, അതായത് ഞാൻ എടുത്തത് നമ്മുടെ ചാമ്പ്യന്റെ ഒരു ടിന്നിനകത്താണ്. ആ ടിന്നിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 കറക്റ്റ് അളവിൽ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിന്റെ മോക്ക് കൊടുത്തു. മുടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്, മുടി നല്ല കണ്ടമാനം വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ തലയിൽ കുറച്ച് കഷണ്ടിയാണ്, ആ കഷണ്ടിയിൽ കുറച്ച് മുടി കിളുക്കാൻ നമ്മുടെ ഈ ഹെയർ ഓയിലാണ് ഹെൽപ്പ് ചെയ്തത്. ഞാൻ എവിടെ വർക്കിന് പോയാലും ഞാനത് കാണിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരുന്ന തലയിൽ കുറച്ചെങ്കിലും മുടി കിളുത്തത് നമ്മുടെ ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മകന് ഒരു വർഷത്തോളമായി ഞാൻ അങ്ങനെ വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാറേയില്ല. നമ്മുടെ ന്യൂട്രിലൈഫ് ചാമ്പി ഇപ്പൊ അടുത്ത ഈ കർക്കിടക മാസം വരുന്നത് കൊണ്ട് തന്നെ ഒരു ചാമ്പി പൊട്ടിച്ച് കൊടുക്കുക, ചാമ്പ്യൻ പോട്ടെ, കവചപ്രാശം പൊട്ടിച്ചു കൊടുക്കുക. അതായത് കഴിഞ്ഞത് ഇത് കണക്ക് തന്നെ ഒരു കവചപ്രാശം കഴിച്ചുകൊണ്ടാണ് നടന്നത്. ഇപ്പൊ ഒരു ന്യൂട്രിലൈഫ് തീരാറായി. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പാലിലും ചൂടുവെള്ളത്തിലും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലാതെ സ്പൂണിനും കോരി കഴിക്കാറുണ്ട്.
ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നിട്ടില്ല ഒരു 1.5 വർഷമായിട്ട്. അപ്പം പിന്നെ എന്റെ അസോസിയേറ്റ് ആയിട്ട് ചേർന്ന് ഞാൻ നിരവധി വ്യക്തികൾക്ക് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ അപ്പച്ചിയാണ് എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത കല എന്ന് പറയും, ചങ്ങനാശ്ശേരി തലവടി സ്വദേശിയാണ്. ഇപ്പം വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് എന്നോടൊപ്പം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പച്ചിയോട് ചേർന്ന് എന്റെ അമ്മയുടെ വീടിനടുത്ത് നിരവധി വ്യക്തികൾക്ക് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ണം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു അമ്മയ്ക്ക് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, കാലിനും ബലമില്ല, കാല് വളഞ്ഞിട്ട് ശരീരത്തിന് ഭാരം കൂടിയിട്ട് കട്ടിലെ തന്നെ കിടപ്പാം. നമ്മുടെ പ്രോഡക്റ്റ് സ്പൈറലിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻ തൈലമുണ്ട്, നൊവേദന ക്യാപ്സുലുണ്ട്, കാൽസ്യം ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ മുരിങ്ങ ഉണ്ട്, നെർവ് എനർജി ഉണ്ട്. അവർക്ക് കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ട് ഐ എനർജിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡോസ് ആയിട്ട് കൊടുത്തിരുന്നത്. 1 മാസത്തേക്ക് കഴിക്കാനുള്ള പ്രോഡക്റ്റ് ആയിട്ട് കൊടുത്തു. ഇത് പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റ് തന്നെ ഇരിക്കാൻ ബലമില്ലായിരുന്നു അവർക്ക്. ഒരു എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് കെട്ടിയിരുന്ന ആളാണ്. ഇത് കൊടുത്ത് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഹൗസ് വിസിറ്റ് ചെയ്തപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. കാര്യം അവരുടെ മുഖത്തെ ആ ഒരു നീർക്കെട്ടൊക്കെ മാറിയിട്ട് ഒരു ഊർജ്ജം അവർക്ക് തന്നെ തോന്നിയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ രണ്ടാമത് 95 ആഡ് ചെയ്ത് കൊടുത്തു. ഇവര് ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പം 95 ആഡ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ഒരു ഷുഗർ ശകലം ഷൂട്ട് ചെയ്തായിട്ട് കാണിച്ചു. പിന്നെ 95 അളവ് ഞങ്ങൾ കുറച്ചു. ഇപ്പം 3 മാസമായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ധാരാളം കഴിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള മാറ്റം അവർക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പം അടുത്തതും കഴിക്കാൻ തന്നെ താല്പര്യപ്പെട്ടിട്ടാണ് അവരിയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ മുട്ടുവേദനയ്ക്കും തേയ്മാനത്തിനും ഉള്ള ഒരു അമ്മയ്ക്ക് ഞങ്ങൾ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ ഇപ്പം 2ാമത്തെ മാസം കഴിഞ്ഞ് 3ാമത്തെ മാസമാണ് നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടില് ഒരു ചേച്ചിക്ക് നാക്കിൽ വായ്ക്കകത്ത് കുരുക്കൾ വന്ന് പൊട്ടുന്നു. അപ്പം ഇംഗ്ലീഷ് മരുന്ന് ധാരാളം കഴിച്ചിട്ട് ഇത് കുറവാകുന്നില്ല. അവർക്ക് ഞങ്ങളൊരു 95 ആദ്യം കൊടുത്തു. ആ 95 ഫുള്ള് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല ആശ്വാസമായി. ഒരു നല്ല രീതിയിലുള്ള മാറ്റം കണ്ടു തുടങ്ങിയപ്പോൾ അവർ രണ്ടാമതും പറഞ്ഞു, കല എനിക്ക് കണക്ക് നല്ല മാറ്റമുണ്ട്, ഒരു 95 തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചി എന്നെ വിളിച്ച് പറയുകയും ഞങ്ങൾ 95 കൊണ്ട് കൊടുക്കുകയും അവരിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിനറിയാമല്ലോ, നമ്മൾ കുട്ടനാട് ഏരിയ ആണ്, അഗ്രികൾച്ചർ സെക്ടറാണ് നമ്മുടേത്. നമ്മൾ ധാരാളം വ്യക്തികൾക്ക് കഴിഞ്ഞ പുഞ്ചകൃഷിയിലും അതോടൊപ്പം തന്നെ അതിന് മുന്നത്തെ പുഞ്ചകൃഷിയിലും നമ്മൾ പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. കിടങ്ങറയിലും കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ നമ്മള് വെള്ളം കയറ്റി പറ്റിച്ച് വിതയ്ക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ നമ്മുടെ. അപ്പം നമ്മളത് 1ാം വളത്തോടൊപ്പമാണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ 1ാം വളം ഇടുന്ന ആ സമയത്ത് നമ്മൾ നമ്മുടെ ഭൂവസ്ത്ര ധാരാളം വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട്. എന്റെ ZDC ലീഡറായ മനുമോഹൻ സാറിന്റെ വീടിന്റെ തൊട്ട് പുറയിലുള്ള ഒരു പാടശേഖരത്താണ് ഞങ്ങൾക്ക് ആദ്യ റിസൾട്ട് കിട്ടിയത്. അത് നമ്മുടെ ടീമിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടറാണ്, DTC ലീഡറാണ് ഉഷാ മാഡമാണ്. ഉഷാ മാഡത്തിന്റെ പാടത്താണ് നമ്മൾ വ്യക്തിപരമായി ആദ്യമായിട്ട് കൊടുത്തതും നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയതും. തുടർന്ന് നമ്മൾ ഈ റിസൾട്ടിനെ നമ്മൾ ബിസിനസ് ആക്കി മാറ്റി മറ്റുള്ള വ്യക്തികൾക്കൊക്കെ കൊടുക്കുകയും ധാരാളം പേർക്ക് കിടങ്ങറയിലും പരിസര പ്രദേശത്തുമായിട്ട് ധാരാളം വ്യക്തികൾക്ക് നമ്മൾ ഇത് കൊടുക്കുകയും നല്ല രീതിയിലുള്ള റിസൾട്ട് അവർക്ക് കൃഷിക്ക് ഉണ്ടാകുകയും ചെയ്തു. പിന്നെ പൊതുവേ കുട്ടനാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ റിസൾട്ട് കിട്ടിയാൽ പറയാനൊരു മടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവ് കൂടുതൽ കിട്ടിയാൽ ഇത് മറ്റൊരുത്തർ പറഞ്ഞ് ഇതിന് എന്തെങ്കിലും ആകുമോ എന്നുള്ള ഒരു ഭയം ഉള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് തുറന്നു പറയാൻ മടിയുള്ളൊരു ആൾക്കാരാണ് കുട്ടനാട്ടിലുള്ള കർഷകർ. എങ്കിലും നമുക്കിത് കിട്ടിയേ തീരുമല്ലോ. അതുകൊണ്ട് ചകഞ്ഞു പിടിച്ച് നമ്മളിത് റിസൾട്ട് മനസ്സിലാക്കുകയും തുടർന്ന് നിരവധി വ്യക്തികൾക്ക് നമ്മളിത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുളുങ്കുന്നിന്റെ അടുത്തായിട്ട് ചർത്തിയാഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഒരു വർക്കിന് വേണ്ടി പോയ സമയത്താണ് തൊട്ടക്കരെ കണ്ടത്തിന്റെ ആറിന് തൊട്ടക്കരെയുള്ള പാടശേഖരത്ത് ഈ ഉപ്പിന്റെ ശല്യം കാരണം ഞാറൊക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ശോഷിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ ഇപ്പൊ രാജീവ് സാറ് സോനിയോടൊക്കെ ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ വഴി നിൽക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ഇയാൾ ഇങ്ങനെ ചോദിച്ച് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ ഇതിനകത്ത് അഗ്രോ പ്രോഡക്റ്റിന്റെ ഒക്കെ ഒരു മാർക്കറ്റിംഗ് ആണ്, അതിനുവേണ്ടി വർക്കിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ പാടശേഖരത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം രാജീവ് സാറ് പുള്ളിക്ക് കാര്യങ്ങൾ നമ്മുടെ അഗ്രോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടെ വെച്ച് തന്നെ കൊടുത്തു. അങ്ങനെ പുള്ളി ആ സ്പോട്ടിൽ തന്നെ എന്റെ 7000 രൂപ ഞങ്ങളുടെ എടുത്തു തന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇന്ന കണക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ആ പ്രോഡക്റ്റ് അവിടെ എത്തിച്ച്
ആ ഒരു എന്താണ് നല്ലൊരു റിസൾട്ട് ആയിരുന്നു പുള്ളിക്ക് അവിടെ നിന്നുണ്ടായത്. തുടർന്ന് ഞങ്ങളോട് പ്രോഡക്റ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടും നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പം എടുത്തു പറയാനുള്ളൊരു റിസൾട്ട് എന്ന് പറയുന്നത്. ഒരുപാട് വ്യക്തികൾക്ക് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും വെരി റീസെന്റ് കിട്ടിയ റിസൾട്ടുകളാണ് ഇതൊക്കെ. 2107 ദിവസം എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു അവസരം തന്ന സജി സാറിനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിന്റെ ഈ സാധാരണ ട്യൂസ്ഡേ പ്രോഗ്രാം നമുക്ക് പ്രമോദ് സാറാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇന്ന് വളരെ ഭംഗിയോടുകൂടി സജി സാർ അത് കണ്ടക്ട് ചെയ്യുന്നു. സാറിന് ഒരുപാട് ആശംസകൾ, വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു ഷജി സാറേ, വളരെ സന്തോഷം, വളരെ നന്നായിട്ടല്ലേ. റിസൾട്ടുകളൊക്കെ ഇങ്ങനെ മാല പോലെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ പറയും അല്ലേ, 6, 7 ഒക്കെ പേര് പറയാനുണ്ടെന്ന് പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്ത് ഓരോരുത്തരും പറയുന്നു അല്ലേ. അപ്പൊ ഓരോ മീറ്റിംഗിന്റെ ദിവസമുണ്ട്. അപ്പൊ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും അവസരമുണ്ട്. എല്ലാവരും കടന്നു വരണം.